ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. സച്ചിയുടെ കളിക്കൂട്ടുകാരി ആമി വീട്ടിലേക്ക് വന്നതോടുകൂടത്തിന് സുധിയും ശ്രുതിയും അവരെ വല്ലാത്ത ഭയപ്പെടുന്നുണ്ട്. കാരണം അവർ രണ്ടുപേരും നടത്തിയ സാമ്പത്തിക തട്ടിപ്പ് ആമി കണ്ടുപിടിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അതുകൊണ്ട് തന്നെ ശ്രുതി രേവതിയെ ആമിക്കെതിരെ തിരിക്കുന്നു. സച്ചിയും ആമയും തമ്മിലുള്ള സുഹൃത്ത് ബന്ധം രേവതിയെ അസൂയാലുവാക്കുന്നു. രേവതിയുടെ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി ആമി സച്ചിയുടെ ഭൂതകാലത്തിലെ ഒരു ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തി. വർഷങ്ങൾക്ക് മുൻപ് സച്ചിയുടെ സഹോദരൻ സുധിയാണ് അവരുടെ ഹെഡ് മിസ്ട്രസ്സെ അബദ്ധത്തിൽ കല്ലെറിഞ്ഞു കൊന്നതെന്നും എന്നാൽ അന്ന് സുധിക്ക് വേണ്ടിയിട്ട് സച്ചി ആ ഒരു കുറ്റം ഏറ്റെടുക്കുകയായിരുന്നു എന്നും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ചന്ദ്രമതി അമ്മക്ക് സച്ചിയോട് ഇത്രമാത്രം വെറുപ്പ് എന്ന കാര്യങ്ങളെല്ലാം തന്നെ ആമി രേവതിയോട് വെളിപ്പെടുത്തും. ആമി രേവതിയോട് ഈ കാര്യമെല്ലാം തുറന്നു പറയുന്ന സമയത്തിന് ശ്രുതിയും ശ്രുതിയും ഇത് ഒളിഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രുതിയെ പറ്റിയിട്ടുള്ള സകല രഹസ്യം ശ്രുതി തിരിച്ചറിയുന്നതോടുകൂടെ പിന്നെ പമ്പൻ ട്വിസ്റ്റ് നടന്ന സംഭവം മുഹൂർത്തം തന്നെയായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഹൈപ്പും തന്ന് സപ്പോർട്ട് ചെയ്യണേ. ശ്രുതിയുടെയും ശ്രുതിയുടെയും ജീവിതത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ ആമി കാനഡയിൽ നിന്നും വന്നതോടുകൂടെ തന്നെ അവരുടെ ആ വീടിൻ്റെ ശാന്തത നഷ്ടപ്പെട്ടിരുന്നു. ശ്രുതി പറഞ്ഞത്, ശ്രുതി, ആ നീലിമ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. 50 ലക്ഷം രൂപ ഞാൻ തിരികെ കൊടുത്തിട്ടില്ലെങ്കിൽ അവൾ എല്ലാം വിളിച്ചു പറയുമെന്നാണ് പറയുന്നത്. ശ്രുതിയുടെ ശബ്ദം ഭയം കൊണ്ട് നേർത്തു. അത് കേട്ടതോടുകൂടെ ശ്രുതിയുടെ മുഖമൊന്ന് വിളറി. അവൾക്ക് വേണ്ടിയിട്ടായിരിക്കോ ഇപ്പോൾ ആമി എന്ന അപശകുനം ഇവിടെ കെട്ടിയെടുത്തിരിക്കുന്നത്? നമ്മുടെ ഈ ഒരു ബിസിനസ് തുടങ്ങിയിരിക്കുന്നത് അച്ഛൻ്റെ പൈസ കൊണ്ടല്ലേ? എൻ്റെ അച്ഛൻ മലേഷ്യയിൽ നിന്നും അയച്ച പണം കൊണ്ടെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. ആമി വന്ന് കള്ളങ്ങളെല്ലാം പൊളിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും ശ്രുതി? സച്ചി നമ്മളെ പച്ചക്കിട്ട് കത്തിക്കുമെന്നൊക്കെ പറയാണ് ശ്രുതി. അത് കേട്ടതോടെ ശ്രുതി ഒന്ന് വേർത്തു. അവളുണ്ടല്ലോ ആമി, അവൾ എപ്പോഴും സച്ചിയുടെ നിഴൽ പോലെ അവൻ്റെ കൂടെ നടക്കുകയാണ്. രേവതിയുടെ മനസ്സിലേക്ക് ഞാൻ ഏതായാലും ഒരു സംശയം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആമി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നമ്മളെ പൂട്ടാൻ മാത്രമല്ല, സച്ചിയെ സ്വന്തമാക്കാൻ കൂടിയാണെന്ന് ഞാൻ അവളോട് പറഞ്ഞു. സച്ചിയാണ് രേവതിയുടെ ജീവൻ. ആ ജീവൻ വേറൊരാൾ തട്ടിക്കൊണ്ടുപോകുന്നത് ഏതായാലും അവൾക്ക് സഹിക്കില്ല. രേവതിയെ കൊണ്ട് തന്നെ നമുക്ക് ആമിയെ ഇവിടെ നിന്നും ഓടിപ്പിക്കണമെന്നൊക്കെ പറയട്ടെ ശ്രുതി. ഇതേ സമയത്തിന് അപ്പുറത്തെ മുറിയിൽ രേവതി തൻ്റെ നിശ്ചലമായ കാലുകളിലേക്ക് നോക്കിയിരുന്നു. സച്ചിയെ കാണാനേയില്ല. ആമി എന്ന സ്ത്രീ വന്നതിൽ പിന്നെ തനിക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനവുമില്ലാത്തതുപോലെ രേവതിക്ക് തോന്നി. രേവതി, സച്ചിയുടെ ശബ്ദം കേട്ട് അവളൊന്ന് ഞെട്ടി മുഖമുയർത്തി നോക്കുമ്പോൾ അവൻ്റെ കൂടെ ഒപ്പം ചിരിച്ചുകൊണ്ട് തന്നെ ആമിയും ഉണ്ടായിരുന്നു. രേവതി കെട്ടിത്തീർത്തിരിക്കുന്ന മാല കണ്ടുകൊണ്ട് തന്നെ ആമി പറഞ്ഞിട്ട്, ഹോ, എന്തൊരു ഭംഗിയാണ് രേവതി കെട്ടിയ മാല കാണാൻ. ആമി ആ മാല വാങ്ങി തലയിൽ ചൂടി സച്ചിയോടൊപ്പം ക്ഷേത്രത്തിലേക്ക് പോവാനൊരുങ്ങി. അവർ പടിയിറങ്ങുന്നത് നോക്കി നിന്ന രേവതിയുടെ അടുത്തേക്ക് ശ്രുതിയും ശ്രുതിയും വന്നു. എന്താ രേവതി ഇത്? നിന്റെ ഭർത്താവിനെയായിട്ടാണ് അവൾ കൊണ്ടുപോകുന്നത്. ശ്രുതി എരുതിയിൽ എണ്ണ ഒഴിച്ചു. അവർ വെറും കൂട്ടുകാരാണെന്ന് രേവതി ശബ്ദം പതറി പറഞ്ഞു. അന്നേരം ശ്രുതി ഇടപെട്ട് പറയുന്നത്, എന്ത് കൂട്ടുകാർ? പണ്ടേ അവർക്ക് സച്ചിയോട് ഒരു കണ്ണുണ്ടായിരുന്നതാണ്. ആ സ്നേഹം പൊടി തട്ടിയെടുക്കാൻ വന്നതാണവൾ. ഒരു പ്രായം കഴിഞ്ഞ ആണുങ്ങളുടെ മനസ്സ് മാറും രേവതി. നിന്നെ സച്ചി കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഈ വരവിൽ അവൾ അവനെ സ്വന്തമാക്കിയേനെ. ഇപ്പോഴും നീ കാലൊടിഞ്ഞ് കിടപ്പിലല്ലേ, അതുകൊണ്ട് ഈ തക്കം മുതലെടുക്കാൻ അവൾക്ക് എളുപ്പമാണ്. ശ്രുതിയുടെ ഓരോ വാക്കുകളിലും വിഷം പുരട്ടിയ അമ്പുകൾ പോലെ രേവതിയുടെ നെഞ്ചിൽ തറച്ചു. സച്ചിയേട്ടൻ എന്നെ ചതുക്കുകയാണോ? എൻ്റെ നിസ്സഹായത മുതലെടുക്കുകയാണോ? അവളുടെ മനസ്സ് കരഞ്ഞു. ഞാനാണെങ്കിൽ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ലായിരുന്നു. ശ്രുതി അന്തിമ പ്രഹരമേൽപ്പിച്ചു. ശ്രുതി പറഞ്ഞിട്ട്, രേവതി, നീ തന്നെ സച്ചിയേട്ടനോട് പറയണം ആമിയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടണമെന്ന്. അല്ലെങ്കിൽ പിന്നെ നിന്റെ ജീവിതം അവൾ കൊണ്ടുപോകും. ശ്രുതിയുടെ വാക്ക് കേട്ട് രേവതിയുടെ മുഖം ദേഷ്യം കൊണ്ടും സങ്കടം കൊണ്ടും വലിഞ്ഞു മുറുകി. ആരും എന്നെ ഒന്നും പഠിപ്പിക്കണ്ട, എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. അവൾ മുറിയിലേക്ക് വീൽചെയർ ഉരുട്ടിക്കൊണ്ടുപോയി. അമ്പലത്തിൽ നിന്നും ആമയോടൊപ്പം തിരിച്ചു മടങ്ങി വന്ന സച്ചി കണ്ടത് കടലിൽ കുത്തിയതുപോലെ വീർത്തിരിക്കുന്ന രേവതിയുടെ മുഖമായിരിക്കും. എന്താ രേവതി നിന്റെ മുഖം ഇങ്ങനെ കനത്തിരിക്കുന്നത്? ഞാൻ ആമയുടെ കൂടെ പോയതിനാണോ? അന്നേരം രേവതി പൊട്ടിത്തെറിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അതെ, അത് തന്നെയാ കാരണം. സച്ചിയേട്ടൻ എന്തിനാ എപ്പോഴും അവളുടെ കൂടെ ഇങ്ങനെ നടക്കുന്നത്? ശ്രുതിയും ശ്രുതിയും ഈ ഒരു പേരും പറഞ്ഞിട്ട് എന്നെ വല്ലാതെ കളിയാക്കുന്നു. ഞാനൊരു പൊട്ടിപ്പെണ്ണല്ലേ, അതുകൊണ്ടല്ലേ സച്ചിയേട്ടൻ്റെ ഇഷ്ടം പോലെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. എന്താ അത് സത്യമല്ലേ? എൻ്റെ കാലൊടിഞ്ഞ് ഞാൻ ഇവിടെ കിടക്കല്ലേ? ആ ചിന്ത വല്ലതുമുണ്ടോ? ആമ വന്നതിൽ പിന്നെ സച്ചിയേട്ടൻ ആളാകെ മാറിപ്പോയി. രേവതിയുടെ വാക്ക് കേട്ട് സച്ചി ഒരു നിമിഷം ഷോക്കേറ്റതുപോലെ നിന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓഹോ, അപ്പോൾ അവൾ വന്നത് നിന്നെ നന്നായി ഇളക്കിയിട്ടുണ്ടല്ലേ? നീ എന്നെ വിശ്വസിക്ക് രേവതി, അവൾ എൻ്റെ വെറും ഒരു സുഹൃത്ത് മാത്രമാണ്. അന്നേരം രേവതി ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, സുഹൃത്തോ? അപ്പോഴേക്കും ആമി അങ്ങോട്ടേക്ക് വന്നു. ഇവരുടെ സംഭാഷണമെല്ലാം തന്നെ ആമി കേട്ടിരുന്നു.
ആമി വന്ന് പറഞ്ഞത്, രേവതി ഇതൊന്നും നിനക്കിഷ്ടമായില്ല എന്ന് എനിക്കറിയാം. പക്ഷേ രേവതി, ശ്രുതിയും ശ്രുതിയും പറയുന്നത് കേട്ട് നീ ഒന്നും വിശ്വസിക്കരുത്. ശ്രുതി പണ്ടേ ഒരു കള്ളനാണ്, പെരും കള്ളൻ. അതെന്താ നീ അങ്ങനെ പറയുന്നത്? രേവതിയുടെ നെറ്റി ചുളിഞ്ഞു. ശ്രുതിയും നിങ്ങളുടെ കളിക്കൂട്ടുകാരൻ തന്നെയല്ലായിരുന്നോ? എന്നിട്ട് ശ്രുതിയോടില്ലാത്ത എന്ത് സ്വാതന്ത്ര്യമാണ് ആമിക്ക് സച്ചിയോടുള്ളത്? ആ ഒരൊറ്റ ചോദ്യം കേട്ടതോടുകൂടി തന്നെ സ്വിച്ച് ഓൺ ചെയ്തതുപോലെയായിരുന്നു ആമിയുടെ മുഖം. ആമിയുടെ മുഖം പെട്ടെന്ന് തന്നെ ഗൗരവത്തിലായി. അവൾ നേരെ സച്ചിയെ നോക്കി. പറയട്ടെ സച്ചി, ഞാൻ എല്ലാം ഇവളോട് പറയട്ടെ. ഇനിയെങ്കിലും രേവതി എല്ലാം അറിയണം. നീ എന്തിനാണ് സ്വന്തം അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്നതെന്ന്, എന്തിനാണ് നിന്റെ അമ്മ നിന്നെ വെറുക്കുന്നതെന്ന കാര്യം രേവതി അറിയണം. ആമിയുടെ വാക്ക് കേട്ടുകൊണ്ട് തന്നെ രേവതി ഒന്ന് ഞെട്ടി. എന്താ സച്ചിയേട്ടനിൽ നിന്നും മറച്ചു വെക്കുന്നത്? ആമിയുടെ വാക്കുകളെ തടയാൻ സച്ചി ശ്രമിച്ചു. വേണ്ട ആമി, അതൊന്നും നീ ഇപ്പം പറയണ്ടെന്ന് പറയും. അന്നേരം ആമി പറഞ്ഞിട്ട് പാടില്ല സച്ചി. നിന്റെ ഭാര്യയാണ് രേവതി, അതുകൊണ്ട് അവൾ സത്യമെല്ലാം തിരിച്ചറിയണം. സച്ചിയെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയും അവൾക്കുണ്ടാവരുത്. അങ്ങനെ ആമി ആ ഒരു കഥ പറയാൻ തുടങ്ങി. അത് കേട്ട് രേവതിയുടെ കണ്ണുകൾ വിടർന്നു. സച്ചി തല കുനിച്ചിരുന്നു. ആമി പറയുന്നുണ്ട്, ഞങ്ങളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്ന കാലം സുധിക്കന്ന് അഹങ്കാരവും ദേഷ്യവുമാണ്. ഒരു ദിവസം ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ്സുമായി സുധി വഴക്കിട്ടു. ദേഷ്യം മൂത്ത സുധി ഒരു കല്ലെടുത്ത് സാറിനെ എറിഞ്ഞു. അത് കൃത്യം സാറിൻ്റെ തലയിലേക്ക് കൊണ്ടു. രക്തം വാർന്ന് അദ്ദേഹം അവിടെ വീണു. അത് കണ്ട് പേടിച്ച സുധി ഓടി മറഞ്ഞു. ശബ്ദം കേട്ട് ഓടി വന്ന സച്ചി കാണുന്നത് ചോരയിൽ കുളിച്ച് കിടക്കുന്ന സാറിനെയാണ്. സച്ചി സാറിനെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ആൾക്കാരെല്ലാം ഓടിക്കൂടി. അത് പറഞ്ഞതോടുകൂടെ തന്നെ ആമി ഒരു നിമിഷമൊന്ന് നിർത്തി. ആളുകൾ വന്നപ്പോൾ സുധി അലറി വിളിച്ചു, സച്ചിയാണ് സാറിനെ കല്ലെറിഞ്ഞത്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ സത്യം വിളിച്ചു പറഞ്ഞിട്ടും ആരും എന്നെ വിശ്വസിച്ചില്ല. എല്ലാവരും കണ്ടത് രക്തത്തിൽ വാർന്നു കിടക്കുന്ന സാറിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സച്ചിയായിരുന്നു. അതോടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു തീരുന്നതിന് മുൻപേ തന്നെ രേവതിയുടെ കൈകൾ വാ പൊത്തി. അതേ രേവതി, സച്ചി ഒരു തെമ്മാടിയായി മുദ്രകുത്തപ്പെട്ടു. കേസ് വന്നു. സച്ചിയെ ജുവനൈൽ ഹോമിലേക്ക് അയച്ചു. സ്വന്തം അമ്മയോട് പോലും സുധി ഈ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അത്രയും വലിയ പാപം ചെയ്ത മകനെ ഒരു കൊലപാതകയെ അംഗീകരിക്കാൻ ആ അമ്മ തയ്യാറായില്ല. അതുകൊണ്ടാണ് അമ്മ സച്ചിയെ വെറുത്തത്. അച്ചമ്മയുടെ വീട്ടിൽ ഒറ്റപ്പെടുത്തി നിർത്തി പഠിപ്പിച്ചത്. സുധിയാണ് അമ്മയുടെ പൊന്നോമന മകൻ. ആ മകനാണ് ഈ കൊടും ചതി ചെയ്തത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മ താങ്ങില്ല. അത് കരുതി മാത്രമാണ് സച്ചി അന്നും ഈ സത്യം നെഞ്ചിൽ കൊണ്ട് നടന്നത്. നീ അല്ലാതെ മറ്റാരും സ്നേഹിക്കാനില്ലാത്തവനാണ് നിന്റെ ഭർത്താവ് രേവതി. ചെയ്യാത്ത തെറ്റിനാണ് അവൻ ഇന്നും ഈ ദുരിതം അനുഭവിക്കുന്നത്. ആമി ഈ കഥകളെല്ലാം തന്നെ പറഞ്ഞു നിർത്തിയപ്പോൾ രേവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ സച്ചിയുടെ നെഞ്ചിലേക്ക് വീണു. സച്ചിയേട്ടാ, എന്നോട് ക്ഷമിക്ക്. അവളെ ആശ്വസിപ്പിക്കാനാവാതെ വർഷങ്ങളുടെ ഭാരം ഇറക്കി വെച്ചതുപോലെ സച്ചി നിന്നു. എന്നാൽ അവർ അറിഞ്ഞിരുന്നില്ല, ആ മുറിയുടെ വാതിലിന് പിന്നിൽ മറഞ്ഞു നിന്ന് ഇതെല്ലാം തന്നെ രണ്ട് ജോഡികൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതെ, ഇവരുടെ സംഭാഷണമെല്ലാം തന്നെ ശ്രുതിയും കേൾക്കുന്നുണ്ടായിരുന്നു. ശ്രുതി അവിശ്വസനീയതോടെ ശ്രുതിയെ നോക്കി. അവളുടെ നോട്ടത്തിൽ ഭയമായിരുന്നില്ല, അറപ്പായിരുന്നു. തന്റെ ഭർത്താവ് ഒരു കൊലപാതകിയാണോ? ആമി പറഞ്ഞ ഓരോ വാക്കും ചുറ്റിക പോലെ ശ്രുതിയുടെ തലക്കടിക്കുകയായിരുന്നു. ഭൂതകാലം ഒരു ശവക്കല്ലറ ഭേദിച്ച് തന്റെ മുന്നിൽ വന്ന് അട്ടഹസിക്കുന്നത് പോലെ അവന് തോന്നി. കള്ളപ്പണത്തിന്റെ കേസൊന്നുമല്ല, അതിലും ഭീകരമായ ഒരു സത്യം ഇപ്പോൾ തന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. സത്യമെല്ലാം ശ്രുതി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ ചിന്തിച്ച് ആകെ ഭയന്ന് വിറച്ച് ഭിത്തിയിൽ ചാരി തളർന്നു നിൽക്കുന്ന ശ്രുതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.